നിങ്ങളുടെ ഡോക്ടർ തന്ന മരുന്നാണ് നിങ്ങളുടെ വണ്ണം കൂട്ടിയത്. പക്ഷെ ദയവായി അത് നിർത്തരുത്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കുക. ഇത് കേട്ട മൊയ്തീൻ എന്നോട് പറയണേ, അപ്പൊ ഡോക്ടറെ ഞാൻ ഈ മരുന്നൊക്കെ നിർത്തിയാൽ എന്റെ വണ്ണം കുറയില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല മൊയ്തീനെ, വണ്ണം കുറയില്ല. ചിലപ്പോൾ മൊയ്തീൻ തന്നെ ഈ ലോകത്ത് നിന്ന് കുറഞ്ഞു പോകും. ഇതിന്റെ സയൻസ് ഞാൻ പറയാം. വണ്ണം കൂടുന്ന സാധാരണ മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സ്റ്റിറോയിഡ്സ്, പ്രെഡ്നിസലോൾ, ഡെക്സാമെത്തസോൺ. ഇതാണ് ഏറ്റവും വലിയ കാരണം. ഇത് നമ്മളുടെ മുഖത്തും വയറ്റിലും കൊഴുപ്പ് കൂട്ടും. ചില മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, സൈക്കാട്രിക് മെഡിസിൻസ്, ഒലൻസെപ്പിൻ, റിസ്പിരിഡോൺ, 10 to 15 കിലോ വരെ ഇത് കൂട്ടാം. ചില പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ, ഇൻസുലിൻ തടി കൂട്ടും, ഗ്ലിമിപ്രൈഡ് തടി കൂട്ടും, പയോഗ്ലിറ്റസോൺ ഇവയെല്ലാം വണ്ണം കൂട്ടും. പക്ഷേ മെറ്റ്ഫോമിന്, SGLT2, GLP-1 ഇതൊക്കെ വണ്ണം കുറക്കും. നമ്മൾ ചിലപ്പോൾ ഞരമ്പ് വേദനകൾക്കൊക്കെ കഴിക്കുന്ന ഗാബാപെന്റിൻ, പ്രീഗബാലിന്, ചില ഹൈപ്പർ ടെൻസീവ് ഡ്രഗ് ആയിട്ടുള്ള അറ്റനലോൾ തുടങ്ങിയ മരുന്നുകളൊക്കെ വണ്ണം കൂട്ടുന്ന തരത്തിൽപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ്. ഓരോ രോഗത്തിനും വണ്ണം കൂട്ടാത്ത മരുന്നുകളും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഒരു നിയമമുണ്ട് കേട്ടോ, ഒരിക്കലും സ്വയം നിർത്തരുത്. സ്റ്റിറോയിഡ് പെട്ടെന്ന് നിർത്തിയാൽ അഡ്രിനൽ ക്രൈസിസ് വരും. അത് ഭയങ്കര മാരകമാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മരുന്നുകളെല്ലാം എടുത്തിട്ട് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടറോട് പറയുക, ഇതിൽ വണ്ണം കൂടാൻ സാധ്യതയുള്ള മെഡിസിൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന് ബദല് വല്ലതുണ്ടോ എന്ന് ചോദിക്കാം. നല്ല ഡോക്ടേഴ്സ് ദേഷ്യപ്പെടില്ലല്ലോ. ആ ഒരു ചോദ്യം ചോദിക്കാൻ പേടിക്കേണ്ടതില്ല. അപ്പോൾ വണ്ണം കൂടുന്ന തരത്തിലുള്ള മെഡിസിൻ ഏതൊക്കെയെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വയറ്റിൽ ഒരു 100 ലക്ഷം കോടി ജീവികളുണ്ട്. അവയാണ് നിങ്ങളുടെ ഭാരം നിശ്ചയിക്കുന്നത്. ഒരു എലിയിലുണ്ടാക്കിയ പരീക്ഷണം എല്ലാം തെളിയിച്ചു. നാളെ ആ സ്റ്റോറിയുമായിട്ട് നമുക്ക് കാണാം. See you tomorrow. Bye bye.